ആസിഫ് അലി പിന്നെ ബിജു മേനോൻ കോംബോ സൂപ്പർ, ഒരു രക്ഷയില്ല. പടം ഇതാണ് പടം, നമ്മളെ ത്രില്ലടിപ്പിച്ച് ഇരുത്തി കളഞ്ഞു. ക്രൈം സ്റ്റോറിയാണ്, സൂപ്പറാണ്. പോലീസുകാരനിൽ ഒരു ക്രിമിനൽ ഉണ്ടാവുന്ന ആ ഒരു സ്റ്റോറിയാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഒന്നുമല്ല, നമ്മൾ കാണണം, ഒരു ലാഗ് പോലുമില്ല. പൊളിയായിരുന്നു. അതായത് ആസിഫ് അലിയുടെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു പടമായിരുന്നു. പുള്ളിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇപ്പൊ ചെയ്ത ഡയറക്ടർ നല്ലോണം അറിയാം. കാര്യം പുള്ളി തിരിച്ചു വന്നു, അടിപൊളിയാണ്. ബിജു മേനോൻ ഒരു രക്ഷയില്ല കേട്ടോ. രണ്ടുപേരും മർഡർ പടം. ആ കേസ് തെളിയിക്കുന്നത് ലാസ്റ്റ് ക്ലൈമാക്സ് തന്നെ വേറെ ലെവലാണ്. പടം കാണണം, കാണേണ്ടതാണ്. ആസിഫ് അലിക്ക പുതിയൊരു കൂട്ടുകെട്ടെന്ന് തന്നെയാണ് പറയുന്നത്. നല്ലൊരു കുറ്റാന്വേഷണ കഥയാണ്. ഇടയ്ക്ക് വെച്ച് ടോവിന് ചെയ്തതുപോലെ അടിപൊളി ഒരു സൂപ്പർ പടമാണ്. നമുക്കിത് പോലത്തെ പുതിയ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാൽ പിന്നെ നല്ല പുതിയ സിനിമകൾ പ്രതീക്ഷിക്കാമെന്ന്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൂട്ടുകെട്ട് കൊള്ളാം. ഇടയ്ക്ക് വെച്ച് കുഞ്ചാക്കോനും ബിജു മേനോനും ഉള്ള അതേപോലത്തെ ഒരു നമുക്ക് ഇതിലും കാണാൻ പറ്റുന്നത്. നല്ല ആക്ടിങ് നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും. ഡീസന്റ് മൂവി ആയിരുന്നു. ആദ്യം തൊട്ട് അവസാനം വരെ ഒരു പതിഞ്ഞ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കൊള്ളായിരുന്നു, പൈസക്ക് കൊള്ളായിരുന്നു. നല്ല രീതിയിലുള്ള ക്രൈം സ്റ്റോറി ആയിരുന്നു. ആസിഫ് അലിയും ബിജു മേനോനും ഡീസന്റ് അഭിനയമാണ്. ഒരു അന്വേഷണമാണ് ബ്രോ, അല്ലാതെ നമ്മളെ ഈ കോരിത്തെരിപ്പിച്ച് സസ്പെൻസ് കയറ്റി നിർത്തുന്ന ആ ഒരു രീതിയിലല്ല, ഒരു പതിഞ്ഞ രീതിയിലാണ്. ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ ലെവലിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള ഡീറ്റ് പടമാണ്. സബോണായിട്ടുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ, ഒരാൾ CA, ഒരാൾ SI. പിന്നെ അവരുടെ ഒരു കേസ് അന്വേഷണവും അവരുടെ അത് അങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്കിപ്പോ ഏതൊരു കേസിലും ആര് എന്തിന്, ചിലപ്പോൾ ആരെന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനെന്നുള്ളതാണ്. ഇതിലേക്ക് വരുന്ന ഒരു കഥയാണ്. അപ്പോൾ ജിസ്റ്റോ എന്നൊരു വ്യക്തി സ്ഥിരമായിട്ടുള്ള ഒരു പാറ്റേൺ മാറ്റി കൊണ്ട് വിട്ടിട്ടുണ്ട്. നല്ല ഇല്ല, ബിജു മേനോനായാലും ആസിഫ് അലി ആയാലും അടിപൊളിയായിട്ടുണ്ട്. പടം കൊള്ളാം, നല്ല പടം. ഈഗോ ക്ലാസ് അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ അത് പകുതി വെച്ച് പിന്നെ മാറി വേറെ രീതിയിലൊരു പടം പോകും. ത്രില്ലുണ്ട്. ആദ്യമൊക്കെ ഇങ്ങനെ തുടങ്ങി ഈഗോ ക്ലാസ് പോലെ പോയി വന്നതിന് ശേഷം പിന്നെ സംഭവം വേറൊരു സംഭവം വെച്ചാൽ വരുന്നത്. ഉള്ള പടം, നല്ല പടം. നല്ലൊരു ത്രില്ലറാണ്. പിന്നെ തുടക്കം തൊട്ട് അവസാനം വരെ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. പിന്നെ ആസിഫ് അലി ബിജു മേനോൻ കോംബോയും കൊള്ളാം, BGM എല്ലാം അടിപൊളിയായിരുന്നു. ലാസ്റ്റ് വരെ നമ്മളിങ്ങനെ ത്രില്ലടിപ്പിക്കും.